ഹായ് യൂട്യൂബേഴ്സ്, വെൽക്കം ടു മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ എയർ ഫിൽറ്റേഴ്സും എക്സോസ്റ്റും മാറ്റിയാൽ വണ്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ മാറ്റിയാൽ വണ്ടിയുടെ പവർ കൂടുമോ, മൈലേജ് കുറയുമോ എന്നുള്ള നിങ്ങളുടെ എല്ലാ സംശയവും ഇന്നത്തെ വീഡിയോയിലൂടെ മാറും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് എയർ ഫിൽറ്ററിനെ പറ്റി സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എയർ ഫിൽറ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുമ്പോൾ വണ്ടിയുടെ എക്സോസ്റ്റിനോട്ട് മാറും. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ പവർ കൂടും. പവർ കൂടും എങ്ങനെയാണെന്ന് വെച്ചാൽ എഞ്ചിനിലേക്കുള്ള എയർ ഫ്ലോ കുറച്ചും കൂടി അധികമാവും നമ്മളുടെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ. സ്റ്റോക്കായിട്ടുള്ള എയർ ഫിൽറ്റേഴ്സിൽ അത്ര എയർ പമ്പ് ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനിടയിലുള്ള ഗ്യാപ്പ് കുറവായിരിക്കും എയർ പോകാനുള്ള. ആഫ്റ്റർ മാർക്കറ്റ് എയർ ഫിൽറ്റർ ആണെങ്കിൽ അതിനുള്ളിലുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ആവും. അപ്പോൾ എഞ്ചിൻ പമ്പിലേക്കുള്ള എയർ ഫ്ലോ കൂടും. അതുകൊണ്ടാണ് ഈ പവർ കൂടുന്നത് വണ്ടിയുടെ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നതൊക്കെയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ മൈലേജ് കുറയും. എന്തുകൊണ്ടെന്നാൽ എൻജിൻ പമ്പിലേക്കുള്ള എയർ പ്രഷർ കൂടുമ്പോൾ, എയർ ഫ്ലോ കൂടുമ്പോൾ, അപ്പോൾ നമ്മൾ ഹൈ ത്രോട്ടിൽ ചെയ്യുമ്പോൾ അതിനകത്ത് മിസ്സിങ് വരും. അതായത് എയറിൻ്റെ കണ്ടന്റ് കൂടുന്ന പെട്രോൾ ആവശ്യത്തിന് വരുന്നില്ല. അപ്പോൾ മിസ്സിങ് സ്വാഭാവികമായി വരും. ഹൈ ത്രോട്ടിൽ ചെയ്യുമ്പോൾ, ഹൈ RPM കയറുമ്പോൾ മിസ്സിങ് സംഭവിക്കും വണ്ടിയിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാർബറേറ്റർ ട്യൂൺ ചെയ്യണം. കാർബറേറ്റർ ട്യൂൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മൾ എയർ ഫ്ലോ എഞ്ചിനിലേക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്യൂവലിൻ്റെ ഫ്ലോയും കൂട്ടണം. അതുകൊണ്ടാണ് ഈ മൈലേജ് കുറയുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളത് ട്യൂൺ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ എഞ്ചിൻ പമ്പിലേക്കുള്ള എയർ ഫ്ലോ കൂടുമ്പോൾ അപ്പോൾ എഞ്ചിന് താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രഷർ വരിക. അപ്പോൾ അതിൻ്റെ സിലിണ്ടേഴ്സിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ സ്ക്രാച്ച് ആവുകയും ക്രാക്ക് ആവാനും തുടങ്ങും. അതുകൊണ്ടാണ് ഈ എയർ ഫിൽറ്റേഴ്സ് മാറണമെന്ന് അധികം ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എയർ ഫിൽറ്റർ മാറിയേ പറ്റൂ, എനിക്കൊന്നൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്രാൻഡായിട്ടുള്ള എയർ ഫിൽറ്റേഴ്സിലേക്ക് മാറുക. അല്ലാണ്ട് ചൈന സാധനങ്ങൾ വാങ്ങുക, ചാത്തൻ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാണ്ട് ഒരു ബ്രാൻഡായിട്ടുള്ള കുറച്ച് എയർ ഫിൽറ്റേഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് കാര്യം നോക്കൂ. KNN, BMC, യുനി എയർ ഫിൽറ്റേഴ്സ്, ഇതൊക്കെ നല്ല അത്യാവശ്യം HP ഒക്കെ നല്ല ബ്രാൻഡാണ്. ഇത് വെച്ചാൽ അത്ര ബുദ്ധിയും സാധാരണ ലോക്കൽ വാങ്ങുന്നതിനെക്കാട്ടും അത്ര മോശമാവില്ല, കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അടുത്തതായി നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റിനെ പറ്റി സംസാരിക്കാം. എക്സോസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പോസിറ്റീവ് നെഗറ്റീവ് സൈഡുമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എക്സോസ്റ്റ് മാറുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമായിരിക്കും വണ്ടിയുടെ മൈലേജ് കുറയുമോ, പവർ കൂടുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ആദ്യം തന്നെ നമുക്ക് മൈലേജ് കുറയോ ഇല്ലയോ നോക്കാം. ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ മൈലേജ് കുറയുമെന്ന് ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് മാറുന്ന സമയത്ത് നമ്മുടെ റൈഡിങ് ഫീലും മാറും. അതായത് ഒരു സ്പോർട്ടി ആയിട്ടുള്ള എക്സോസ്റ്റിനോട്ട് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ത്രോട്ടിൽ ചെയ്യും. അപ്പോൾ ത്രോട്ടിൽ ചെയ്യുന്ന ടൈമിൽ കൂടുതലായിട്ട് ഫ്യൂവൽ കത്തും. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ മൈലേജ് കുറയുന്നതെന്ന് ആൾക്കാർ പറയുന്നത്. അല്ലാണ്ട് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കാറ്റിനെ കൊണ്ട് മൈലേജ് ഒന്നും കുറയില്ല. നിങ്ങളുടെ റൈഡിങ് ഫീൽ മാറുന്നതിനെ കൊണ്ടാണ് ഈ മൈലേജ് കുറയുന്നത്. അപ്പോൾ പോസിറ്റീവിലേക്ക് കടക്കുകയാണെങ്കിൽ വണ്ടിയുടെ പവർ ചെറുങ്ങനെ ഇൻക്രീസ് ആകും. എങ്ങനെയാണെന്ന് വെച്ചാൽ സൈലൻസറിൽ ഒരു ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞ സംഭവം ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്ത് എയർ ഫ്ലോ പമ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ബാക്ക് പ്രഷറിലേക്ക് എഞ്ചിനിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാവില്ല. ബാക്ക് പ്രഷർ എഞ്ചിനിലേക്ക് ഉണ്ടാവില്ല. അതിനെ കൊണ്ടുള്ള ഉപയോഗമാണ് സൈഡിൽ ചെറിയൊരു രീതിയിലാണ് വണ്ടിയുടെ എഞ്ചിൻ പവർ കൂടുന്നത്. അപ്പോൾ നിങ്ങൾ ആരും സ്റ്റോക്ക് സൈലൻസറെല്ലാം റിമൂവ് ചെയ്തിട്ട് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റിന് ഫിറ്റ് ചെയ്യാതിരിക്കുക. അത് ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.